ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 10:30 ആയി, 10:35 ആയി. ഞാനിപ്പോഴേക്ക് ഞാൻ എണീറ്റ് ഫ്രഷായി. സോ നൗ ഐ എം പ്ലാനിങ് ടു മേക്ക് ദോശ. ഞാൻ ഇന്നലെ ദോശ ബാറ്റർ വാങ്ങിയിട്ട് അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ദോശ ഉണ്ടാക്കാൻ പോവാം. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് നടക്കാറില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മടി കൊണ്ട് വേറൊന്നുമില്ല, ഭയങ്കര തണുപ്പായതിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എല്ലാ പണിയും ചെയ്യാൻ വേണ്ടിയിട്ട്. ജിമ്മിനെങ്കിലും പോകണം. ഞാനിപ്പോൾ ജിമ്മിന് പോയിട്ട് 2-3 ദിവസമായി. ബട്ട് ടുഡേ ഐ എം പ്ലാനിങ് ടു ഗോ ടു ജിം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും 11 മണി 11:30 ആവും. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വന്ന് കുറേ നേരം റീലും ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ പോയാലും 1 മണി 1:30 2 മണിയൊക്കെ ആവും. പിന്നെ ഇങ്ങനെ രാവിലെ എണീക്കാം മടിച്ചിട്ട് അങ്ങനെ ഞാൻ ഇരിക്കും. സോ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ലേനും. ബട്ട് ഐ ഹാവ് ടു മേക്ക് ഇറ്റ് അണ്ടർ മൈ കൺട്രോൾ. എൻ്റെ ലൈഫ് ഇപ്പം എൻ്റെ കൺട്രോളല്ല, അതിൻ്റെ കൺട്രോൾ എനിക്ക് ആക്കിക്കൊണ്ടിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നടക്കില്ലേനും. അപ്പം ദോശ ഉണ്ടാക്കാം. കം ലെറ്റ്സ് മേക്ക് ദോശ. അപ്പോൾ ദോശ ബാറ്റർ ഞാൻ പറഞ്ഞോണം ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ട്രൈപോഡില്ല. അപ്പം ഞാൻ എൻ്റെ വേറെ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കും. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വട്ടം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആദ്യം എനിക്ക് കിട്ടലില്ല അതിനും. ബട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ദോശ ശരിയായി കിട്ടലുണ്ട്. അപ്പം അത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ശരിയായില്ല, വട്ടം ശരിയില്ല. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഞാനല്ലാതെ നിന്ന് വേറെ അതല്ല. അപ്പം എനിക്കത് മതി. ഞാൻ ഗീ ഇടും കേട്ടോ ഇതിൽ നമ്മളെ ദോശയിൽ. എനിക്കിഷ്ടമാണ് ആ ഒരു ഗീൻ്റെ ഒരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതെല്ലാം തോന്നുന്നുണ്ട് എല്ലാ ദിവസവും കഴിക്കുന്നത്. ഇപ്പം ഞാനിതൊരു 2-3 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് ഈ ദോശ തന്നെ തിന്നുന്നത്. ഇറ്റ്സ് ഈസി ടു മേക്ക്. രാവിലെ മറ്റേ തൊട്ട് താഴെയുള്ള പീടികയിൽ നിന്ന് പോയിട്ട് പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ദോശ ബാറ്റർ വാങ്ങും. ഞാനതങ്ങ് ഉണ്ടാക്കും. വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് വാങ്ങിയതുമില്ല. എനിക്ക് തിന്നണം തോന്നുന്ന സമയത്ത് അവിടെ ഇല്ലതാണ്. അപ്പം അങ്ങനെ എന്നിട്ട് നമുക്ക് ദോശ മറച്ചിടാം. ഇന്നത്തെ ദോശേൻ്റെ കളറൊരു സുഖമില്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായൊരു കാര്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു. നാട്ടിൽ ഞാൻ അങ്ങനെ ഒരു ഫുഡും ഞാൻ കുക്ക് ചെയ്യില്ലേനു. ഞാൻ ചായ ഞാൻ കുടിക്കില്ല. ആകെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവരും പറയുന്നതുകൊണ്ട് മാഗി ഉണ്ടാക്കി തിന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഐ ഹാവ് ടു. എനിക്കത് ചെയ്യാണ്ടൊക്കെ വേറെ വഴിയില്ല. തിന്നണ്ട എന്തോ. എനിക്ക് ഏറ്റവും ഇഷ്ടം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസാണ്. ബിക്കോസ് ഇറ്റ്സ് ഈസി ടു മേക്ക്. ഭയങ്കര ഈസിയാണ്. കാരണം ചോറ് വെക്കുക, കുറച്ച് എന്താ പറയുക എഗ്ഗോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഇടുക. ഞാൻ ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് വാങ്ങാൻ നല്ല ഫ്രഷാണ്. എനിക്ക് അത്രയും നല്ലത്. അപ്പോൾ ഞാനതങ്ങനെ കുറച്ച് കരിഞ്ഞു പോയി. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി. പക്ഷേ ദോശ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. ഞാൻ വർത്താനം പറഞ്ഞിരുന്നിട്ട് എൻ്റെ ദോശ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. പക്ഷെ ഞാൻ മാത്രമല്ല തിന്നുന്ന, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന മീൻകറി ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. നാടൻ മീൻകറി നല്ല ടേസ്റ്റാണ്. ദോശ തിന്നുമ്പോൾ തന്നെ ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് എങ്ങനെയും എൻ്റെ വായിലേക്ക് വരുന്നു. ഞാൻ ഇവിടെ വന്നേരം ഒറ്റ പ്രാവശ്യം ഞാൻ സാമ്പാർ ഉണ്ടാക്കി. അതും ഞാൻ മറ്റേ മിക്സ്ഡ് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ വെക്കുന്നതിനെ കൊണ്ട് പറയില്ല. പക്ഷേ ഞാൻ വെക്കുന്ന ഫ്രൈഡ് റൈസ് 1-2 പ്രാവശ്യം ഫ്ലോപ്പായിട്ടുണ്ട്. ബാക്കിയൊന്നും ഇതുവരെ ദിവസമായിട്ട് ഫ്ലോപ്പായിട്ടില്ല. ഒക്കെ നല്ല അതായത് അറ്റ്ലീസ്റ്റ് എനിക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലെങ്കിലും കിട്ടലുണ്ട്. അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് നോക്കിയാലുള്ളൊരു വ്യൂ. ഒന്നും പറയാനൊന്നുമില്ല. അവിടെ ഫുൾ ഫ്ലാറ്റ്സാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് കാർഡിഫ് യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. ഫുഡ് വെച്ചിട്ട് കാണാം. സോ ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ ഇറങ്ങി.
ഇന്ന് കമ്പാരിറ്റീവ്ലി തണുപ്പ് ലേശം കുറവുണ്ട്. ഇന്നലെയൊക്കെ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്ന് ലേശം ഒരു കുറവുണ്ട്. ഇതൊന്നിപ്പം മണ്ണിങ്ങനെ കിടക്കുന്നത്. സ്റ്റിൽ വലിയ തണുപ്പില്ല. ഇറ്റ്സ് എ ബിറ്റ് സണ്ണി. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. സണ്ണി ആണെങ്കിലും തണുപ്പുണ്ട്. ജാക്കറ്റ് വരാണ് എന്തായാലും പുറത്തിറങ്ങേണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നി വിൻ്റർ കഴിയുന്നവരെ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ ഞാനിപ്പോൾ അടുത്തും 10 മിനിറ്റ്സ് നടക്കാനുള്ളൂ. പിന്നെ ഇവിടെ വന്ന വേറൊരു ചേഞ്ചാണ്. എത്ര വേണമെങ്കിലും നടക്കും. ഞാനൊക്കെ 2-2.5 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടെ വന്നേരം ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഷിഫ്റ്റിന് പോകുന്ന വൈകുന്നേരം ഡെയിലി ഒരു 35 മിനിറ്റ്സ് എല്ലാ ദിവസവും നടന്നിട്ടാണ് ഞാൻ ഷിഫ്റ്റിന് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ വണ്ടി വേണം, എനിക്ക് എൻ്റെ 2 വീലർ വേണമെങ്കിലും. അപ്പം അങ്ങനത്തെ കുറേ ചേഞ്ചസൊക്കെ ഇവിടെ വന്നേരം ഉണ്ടായിട്ടുണ്ട്. യെസ്, വെറുതെ പറയുന്നതെന്നുള്ളൂ. നല്ല കാറ്റാണ്. പിന്നെ സ്കൈ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. സോ നൈസ് ടു വാച്ച് ദ സ്കൈ ഇൻ ഹിയർ. കാറ്റടിക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ കണ്ണിന് വെള്ളം വരാൻ തുടങ്ങും. കാറ്റടിച്ചാൽ എനിക്ക് അപ്പോൾ കണ്ണിന് വെള്ളം വരും. സോ ഞാൻ ജിമ്മിൽ എത്തിയിട്ട് ബാക്കി. ഞാനങ്ങനെ ജിമ്മ് കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ സാധനങ്ങളല്ല, എൻ്റെ ബോട്ടിലൊക്കെ അവിടെ വെച്ച് ഞാനിപ്പോൾ ലിഡിലേക്ക് സാധനം വാങ്ങാൻ പോകും. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങില്ല, കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളു പോവേ. ഞാൻ ലിഡിൽ പോയിട്ട് സാധനം വാങ്ങി തിരിച്ച് വീട്ടിൽ പോകണം. ഇപ്പോൾ ഇന്ന് വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് എനിക്ക് ഓഫാണ്. രാത്രി സിനിമയ്ക്ക് പോകണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ട്യൂസ്ഡേ ആണ് എനിക്ക് വളരെ റെയറായിട്ട് ഓഫ് ഡേയ്സ് കിട്ടാറുള്ളൂ. സോ അത് യൂട്ടിലൈസ് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കാണുമ്പോഴേ നമ്മളെ ന്യൂട്ടല്ല ഇത് കാണുമ്പോൾ എടുക്കണം നല്ല രീതിയിൽ തോന്നും. പക്ഷേ എടുക്കരുത്. പണ്ടൊക്കെ ഞാനിത് തിന്നാണ് ഞാൻ തടിച്ച് വന്നത്. സോ ഇപ്പം ഞാനത് അങ്ങനെ തിന്നാറില്ല. പക്ഷേ നല്ല ടെംപ്റ്റിംഗ് ആണ് ഇങ്ങനെ വെച്ചത് കാണുമ്പോൾ. ബട്ട് ഐ ഹാവ് ടു കൺട്രോൾ മൈസെൽഫ്. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ടോയ്കളുണ്ട് കേട്ടോ. ഇത് ടോയ് അല്ല, ദിസ് ഇസ് എ ചോക്ലേറ്റ്. ക്രിസ്മസ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇവരെ ഒക്കത്തിനും ഓഫർ ഇട്ട് വെച്ചതാ. ഇറ്റ്സ് സോ നൈസ് ടു സീ. ഇതുണ്ടോ ക്യൂട്ട്. ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് എല്ലാത്തിനും പ്രൈസ് കട്ടാണ്. വലിയ പൈസയൊന്നുമില്ല. 74p ഉണ്ട്. ഇതൊരു ക്യാൻറ്റിയാണ്. അങ്ങനെയൊക്കെ സോ മെനി തിങ്സ്. ഇതൊക്കെ ക്രിസ്മസ് ഐറ്റംസാണ്. ഞാൻ ലിഡിൽ പോയപ്പോഴേ ഞാൻ എപ്പോഴും ക്രോസോൺ വാങ്ങിട്ടോ. ഒന്ന് കഴിയാനായിരുന്നു, സോറി. ഇത് ചോക്ലേറ്റ് ക്രോസോണാണ്. ബട്ടർ ക്രോസോണും ഉണ്ട്, ചോക്ലേറ്റ് ക്രോസോൺ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഞാൻ എങ്ങനെയാണ് പറയല്. ചോക്ലേറ്റാണ്. ദിസ് ഇസ് സോ യമ്മി. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ചോക്ലേറ്റാണ്, ഫുള്ള് ചോക്ലേറ്റാണ്. ഗുഡ് ഈവനിങ്. ഞാൻ നേരത്തെ പീടികയിലൊക്കെ പോയി കടയിലൊക്കെ പോയി വന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഞാനൊന്ന് ഇരുന്ന് എൻ്റെ തലയിലൊന്ന് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ സമയം 6:48, 6:45 കഴിഞ്ഞ്. 7:45 ഞാൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുവരെ ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്, ഫ്ലഫി. ഒരു പുതിയ കഫേന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഇതുവരെ വന്നിട്ടില്ല. നല്ലൊരു എസ്തെറ്റിക് വൈബൊക്കെ ഉള്ളൊരു കഫേയാണ്. ഞാനൊരു ചായ ഒന്നും കുടിക്കുന്ന ആളല്ല, പക്ഷേ വെറുതെ ഒരു എസ്തെറ്റിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഐ കെയിം ഹിയർ ആൻഡ് ഐ എം ഹാവിങ് മൈ ടീ. It's not tea actually, this is coffee. മോക്ക. മോച്ച എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള പെണ്ണ് പറഞ്ഞു മോക്ക മാം. ഓക്കെ, മോക്ക. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് പോയി. സർവമായ എന്ന് പറഞ്ഞ പുതിയ മൂവി ഉണ്ടല്ലോ നിവിൻ പോളിൻ്റെ,
അതിനും കണ്ടിന്. നല്ല സിനിമ, ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു നല്ലൊരു മൂവി. അത് കണ്ട് അപ്പോൾ തിരിച്ച് പോവാൻ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പുറത്ത്. ഒരു റാൻഡം ഗൈ എന്നോട് ചിരിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഐ ലവ് യു ഓക്കെ അങ്ങനെ ശരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചും അങ്ങനെ ഒരു മര്യാദയാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, ഈ വീഡിയോ ആരെങ്കിലും മുഴുവനായിട്ട് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ട് വേറെ പണിക്ക് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുറത്തൊന്നും തിന്നില്ല. വീട്ടിൽ ചോറുണ്ട്. ഞാനത് കഞ്ഞി കുടിക്കാൻ പോവുകയുണ്ട്. സോ ഞാൻ വീട്ടിലെത്തിയിട്ട് അത് കഞ്ഞി ചൂടുവെള്ളം അതിൽ പറഞ്ഞ് അച്ചാറൊക്കെ ഉണ്ട് നാട്ടുന്നുണ്ടെന്ന് അതും കൂട്ടി കഴിക്കും. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ. ബാക്കിൽ മലയാളീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ഞാൻ വെക്കാൻ പോട്ടെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ആൻഡ് ഓൾസോ ഒരൊറ്റ കാര്യം കൂടെ, ഈ വീഡിയോ ഞാൻ മൈക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഞാൻ രാവിലെ എടുത്ത ക്ലിപ്പിലൊക്കെ ഞാൻ മൈക്ക് പ്രോപ്പറായിട്ടല്ല യൂസ് ചെയ്തത്. ഞാൻ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചപ്പോഴും ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് അത് കിടന്നത്. സോ ഇപ്പോൾ അതിനെ മാഗ്നറ്റൊക്കെ എടുത്ത് ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ, അങ്ങനെയല്ല, കുറച്ചും കൂടെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ എന്താ പറയുക, എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനത്തെ അല്ലറ ചില്ലറ മിസ്റ്റേക്കുകളൊക്കെ നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഐ നോ 1, 2, 3 ആൾക്കാർ മാത്രമേ ഈ വീഡിയോ മൊത്തം കാണുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി പറയാണ്, ക്ഷമിക്കാം. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനൊന്ന് കേട്ട് നോക്കിയപ്പോഴേ ഞാൻ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നു നല്ല തണുപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഞാനിങ്ങനെ ശ്വാസം വലിക്കുന്നത്. ഇപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇപ്പോഴും അതുണ്ടോ എന്നുള്ളത്. ഇനിവേ ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി വരില്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ് ഇനി ഞാൻ ഒന്നും പറഞ്ഞ് വരില്ല. താങ്ക് യു, ബൈ.